കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചു. കുറുമാത്തൂർ ചിന്മയ സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷാണ് മരിച്ചത്. 15ഓളം വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ പരിക്കേറ്റു. എം സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സന്തോഷ, ഈ അപകടത്തിൽ ഒരു വിദ്യാർത്ഥിനിക്കാണ് ജീവൻ നഷ്ടമായത്. 15ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. എന്നിരുന്നാൽ കൂടി ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ചികിത്സ തേടിയതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെ? ഇപ്പോൾ നിലവിൽ ഒരു വിദ്യാർത്ഥി മാത്രമേ ആശുപത്രിയിലുള്ളൂ. ബാക്കിയുള്ള പരിക്കേറ്റ ആശുപത്രിയിലെത്തിയവരെല്ലാം തന്നെ ചികിത്സ തേടിയതിനു ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസമായ കാര്യം. അതേസമയം തന്നെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള നേദ്യക്ക് ഈ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു. ജീവൻ രക്ഷിക്കാനായില്ല. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു, കീഴ്മേൽ മറിയുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഈ പരിക്കേറ്റ കുട്ടികളെല്ലാം തന്നെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് എന്നാണ് ഇപ്പോൾ ഡ്രൈവർ പറയുന്നത്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധനയിൽ യന്ത്ര തകരാറുകൾ ബസ്സിൽ കണ്ടെത്തിയിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആര്യ. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു കുട്ടി ഒഴികെ ബാക്കി എല്ലാ കുട്ടികളും ചികിത്സ തേടിയ ശേഷം വീട്ടിലേക്ക് മടങ്ങിയെന്ന ആശ്വാസകരമായ വാർത്തയാണ് സന്തോഷ് പങ്കുവച്ചത്.